നെക്സ്റ്റ് ടോപ്പിക്കാണ് മെമ്മറി അലോക്കേഷൻ. നമുക്കറിയാം മെമ്മറി ശരിക്കും നമുക്ക് രണ്ട് പാർട്ടീഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലോ മെമ്മറി ആൻഡ് ഹൈ മെമ്മറി, രണ്ട് രീതിയിൽ. ലോ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ഈ ഒരു ലോ മെമ്മറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോൾ വിൻഡോസ് ലിനക്സ് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ എന്തിലുണ്ടായിരിക്കുക? ലോ മെമ്മറി പാർട്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഹൈ മെമ്മറി പാർട്ടീഷനിൽ എന്താ ഉണ്ടായിരിക്കുക? നമ്മുടെ യൂസർ പ്രോസസ്സസ്, നമുക്ക് എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്യാനുണ്ടോ അതൊക്കെ ഹൈ മെമ്മറിയിലാണ് ഹെൽഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസസ് ദ ഫോളോയിങ് മെമ്മറി അലോക്കേഷൻ മെക്കാനിസം. രണ്ട് രീതിയിലുള്ള മെമ്മറി അലോക്കേഷൻ മെക്കാനിസമാണ് OS യൂസ് ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ പാർട്ടീഷൻ അലോക്കേഷൻ, രണ്ടാമത്തത് മൾട്ടിപ്പിൾ പാർട്ടീഷൻ അലോക്കേഷൻ. ഓക്കെ, സിംഗിൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടീഷനിൽ എന്താണ്, ഒരു റീലൊക്കേഷൻ രജിസ്റ്റർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രോസസ്സുകൾ, ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരിക്കും യൂസേഴ്സിൻ്റെ, അത് പരസ്പരം എന്താണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീലൊക്കേഷൻ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കോഡും ഡാറ്റേനെയും കൂടെ എന്താണ് തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു റീലൊക്കേഷൻ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റീലൊക്കേഷൻ രജിസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ നമ്മുടെ ഒരു സ്മാളസ്റ്റ് ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റ് രജിസ്റ്റർ ഉണ്ട്. ലിമിറ്റ് രജിസ്റ്ററിൽ എന്താണ്? ലോജിക്കൽ അഡ്രസ്സാണ് അതിലടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ലിമിറ്റ് രജിസ്റ്ററിൽ ലോജിക്കൽ അഡ്രസ്സും റീലൊക്കേഷൻ രജിസ്റ്ററിൽ എന്താണ്? ഫിസിക്കൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു ലിമിറ്റ് രജിസ്റ്ററിൽ ലോജിക്കൽ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ ലോജിക്കൽ അഡ്രസ്സ് എന്താണ്? എപ്പോഴും ലെസ് ദാൻ ദ ലിമിറ്റ് രജിസ്റ്റർ ആയിരിക്കും. ഈ ലോജിക്കൽ അഡ്രസ്സിലുള്ള വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റ് രജിസ്റ്ററിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ പാർട്ടീഷൻ അലോക്കേഷൻ എന്താണ്? ഇതിൽ നമ്മുടെ മെയിൻ മെമ്മറീനെ എന്താണ് ഫിക്സ്ഡ് സൈസുള്ള ഓരോ പാർട്ടീഷൻ അല്ലെങ്കിൽ ഓരോ പോർഷൻ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ പാർട്ടീഷനിലും എന്തായിരിക്കും? ഓരോ പ്രോസസ്സുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് പാർട്ടീഷൻ കണ്ടെയ്ൻസ് ഓൺലി വൺ പ്രോസസ്സ്. ഓരോ പാർട്ടീഷനിലും ഓരോ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഒരു പാർട്ടീഷൻ ഫ്രീ ആയിരിക്കുന്നത്? ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ എന്താണ് മെയിൻ മെമ്മറിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ സമയത്ത് എപ്പോഴാണോ ആ ഒരു പാർട്ടീഷൻ ഫ്രീ ആവുന്നത്, അപ്പോൾ എന്താണ്, ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? ക്യൂവിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രീ പാർട്ടീഷനിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, then when the process terminates the partition becomes available for another process. അതായത് നമ്മളിപ്പോൾ ഈ ഓരോ പാർട്ടീഷനിലേക്കും ഓരോ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു പാർട്ടീഷൻ എന്ത് ചെയ്യും? അവൈലബിൾ ഫോർ അതർ പ്രോസസ്സ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിന് എന്ത് ചെയ്യാം? ആ ഒരു സ്പേസിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ പാർട്ടീഷൻ അലോക്കേഷൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഒരു മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫ്രീ മെമ്മറി സ്പേസ് നമ്മളിപ്പം ലോഡ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. ഇപ്പോൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? അവിടെ ആ ഒരു മെമ്മറി സ്പേസ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ആ ഒരു ഫ്രീ സ്പേസിനെ ബ്രോക്കൺ ഇൻ ടു ലിറ്റിൽ പീസസ്, ഓരോ ലിറ്റിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എന്ത് ചെയ്യുക? ബ്രോക്കൺ ചെയ്യുക മീൻസ് പാർട്ടീഷനാക്കി തിരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിയിൽ പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്യുക റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിമൂവ് ചെയ്ത സ്പേസിനെ നമ്മൾ വീണ്ടും ബ്രോക്കൺ ചെയ്യുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? Sometimes the process cannot be allocated to memory blocks considering their small size. അതായത് ചിലപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കുള്ള മെമ്മറി ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ആ പ്രോസസ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസിനേക്കാളും എന്താണ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല?
അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എന്താണ് അവിടെ എന്താണ് ആ ഒരു സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യിലുള്ള പ്രോസസ്സിൻ്റെ സൈസും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള സ്പേസും എന്താണ് മാച്ചിങ് അല്ല. പ്രോസസ്സിൻ്റെ സൈസ് കൂടുതലും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള സ്പേസും കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രോസസ്സിന് അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലത്തിനെയാണ് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ. ആ സമയത്ത് ആ ഒരു മെമ്മറി സ്പേസിനെ സ്മാൾ പീസസ് ആക്കിയിട്ട് ബ്രോക്കൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് 2 ടൈപ്പാണ് ഫ്രാഗ്മെൻറ്റേഷൻ വരുന്നത്. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും. എന്താണ് എക്സ്റ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ? അതായത് ടോട്ടൽ മെമ്മറി സ്പേസ് ഈസ് ഇനഫ് ടു സാറ്റിസ്ഫൈ എ റിക്വസ്റ്റ് ഓർ ടു റിസൈഡ് എ പ്രോസസ് ഇൻ ഇറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോണ്ടിഗ്യൂസ് സോ ഇറ്റ് ഈസ് നോട്ട് ബി യൂസ്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യാണ് ഒരു മെമ്മറി സ്പേസിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേ എന്താണ് കറക്റ്റ് സ്പേസ്, അതായത് മെമ്മറിയിലുള്ള സ്പേസ് പല സ്ഥലത്താണ് കിടക്കുന്നത്, ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഒരൊറ്റ പ്രോസസ്സ് പല സ്ഥലത്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റില്ല ആ മെമ്മറി. ഇപ്പോൾ കറക്റ്റ് ഒരു സ്പേസ് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 0 മുതൽ ഒരു 256 വരെയുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാവുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനിൽ എന്താണ്, അവിടെ പല സ്ഥലങ്ങളിലെ ഒരു കണ്ടിന്യൂസ് അല്ല, നോട്ട് കോണ്ടിഗ്യൂസ് എന്നാണ് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രീ സ്പേസ് അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളൊരു പ്രോസസ്സ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അത് പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും, നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്? മെമ്മറി ബ്ലോക്ക് അസൈൻഡ് ടു പ്രോസസ് ഈസ് ബിഗർ. അതായത് നമ്മൾ ഇത് നേരെ തിരിച്ച്, എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മെമ്മറി ബ്ലോക്ക് എന്താണ്, നമ്മുടെ പ്രോസസ്സ് നമുക്ക് കയ്യിലുള്ള പ്രോസസ്സിൻ്റെ സൈസിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ആ സമയത്ത് എന്താണ് പ്രോസസ്സ് സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടുതലും പ്രോസസ്സിൻ്റെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ അവിടെ ഫ്രീ സ്പേസ് ഒരുപാട് വരും അല്ലേ? സം പോർഷൻ ഓഫ് ദ മെമ്മറി ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കുറച്ച് സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. അതിനെയാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഡയഗ്രം നോക്കൂ. ഫ്രാഗ്മെൻറ്റഡ് മെമ്മറി ബിഫോർ കോമ്പാക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളറിൽ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മെമ്മറി സ്പേസ് അല്ലേ? ഇത് മൊത്തമായിട്ട് എന്താണ് ഈ ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള ഒറ്റൊരു മെമ്മറി സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണിച്ചത് കണ്ടോ? ബ്ലാക്ക് കളറിൽ കാണിച്ചതാണ് എന്ത്, നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന മെമ്മറി. ഇതിൽ ഈ ബ്ലൂ കളറിലുള്ളത് അത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്തു പ്രോസസ്സിന്. മറ്റേ ബ്ലാക്ക് കളറിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസ് ആണ്. സോ രണ്ടാമത്തെ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മെമ്മറി ആഫ്റ്റർ കോമ്പാക്ഷൻ. അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്നതിനൊക്കെ ഒറ്റ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു അല്ലെങ്കിൽ കോമ്പാക്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ആ മെമ്മറി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുറച്ച് മെമ്മറി സ്പേസ് ഇങ്ങനെ വേസ്റ്റായി കിടന്നാൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ബാക്കിയുള്ള പ്രോസസ്സിനൊന്നും അവിടെ നിന്ന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ആ ഒരു ഫ്രീ സ്പേസിനേക്കാളും കൂടുതലുള്ള പ്രോസസ്സ് ആയിരിക്കാം വരുന്നത്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ മെമ്മറി സ്പേസ് നമുക്ക് എന്ത് ചെയ്തു, വേസ്റ്റായി കിടക്കും. സോ അത് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോമ്പാക്ഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് നമ്മളെല്ലാ ഫ്രീ സ്പേസിനെയും കൂടെ ഓൾ ടുഗദർ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫ്രീ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക.
ആ സമയത്ത് എന്താണ് നമുക്കതിൽ പുതിയൊരു പ്രോസസ്സിനെ വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രീ സ്പേസിനെ നമ്മൾ ഒരുമിച്ച് ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് പേജിങ്. എന്താണ് പേജിങ്? നമുക്ക് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു ഇൻസ്റ്റാൾഡ് മെമ്മറി സ്പേസ് ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയെ നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് പറയും. അതായത് എക്സ്ട്രാ ഒരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി കമ്പ്യൂട്ടർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇത് എക്സ്ട്രാ മെമ്മറി, അതിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. സോ ഓൾറെഡി അതിലൊരു ഇൻസ്റ്റാൾഡ് മെമ്മറി ഉണ്ടായിരിക്കും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ പേജിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു മെമ്മറി മാനേജ്മെൻറ്റിലൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ചെയ്യുന്നത്. സോ ഈ പേജിങ്ങിൽ പേജിങ് ഈസ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഇൻ വിച്ച് പ്രോസസ് അഡ്രസ് സ്പേസ്, നമ്മുടെ ഓരോ പ്രോസസ്സിന് എന്തായിരിക്കും, ഒരു അഡ്രസ് സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ അഡ്രസ് സ്പേസിനെ സ്മാൾ സൈസുള്ള ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്യുന്നു. അതിനെ പേജസ് എന്ന് പറയുന്നു. ഓക്കെ, പേജസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ അഡ്രസ് സ്പേസിനെ സ്മാളർ ബ്ലോക്സ് അല്ലെങ്കിൽ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ദ സൈസ് ഓഫ് ദ പ്രോസസ് ഈസ് മെഷർഡ് ഇൻ ദ നമ്പർ ഓഫ് പേജസ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേജസ് ഉണ്ടെന്ന് മെഷർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും? പ്രോസസ്സിൻ്റെ സൈസ് കിട്ടും. ഓക്കെ, ദെൻ സിമിലർലി മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മാൾ ഫിക്സഡ് സൈസ് ബ്ലോക്സ്. നമ്മുടെ മെയിൻ മെമ്മറീനെ ഇതുപോലെ തന്നെ ഫിക്സഡ് സൈസ് ആയിട്ടുള്ള ഒരുപാട് ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഫ്രെയിംസ് എന്നാണ് പറയുന്നത്. പേജസും ഫ്രെയിംസും. പേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോസസ്സിൻ്റെ അഡ്രസ് സ്പേസിനെ സ്മാളർ സൈസുള്ള, അതായത് സെയിം സൈസ് തന്നെ ആയിരിക്കും, ഓരോ സെയിം സൈസുള്ള സ്മാളർ ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തതിനെ പേജസ് എന്ന് പറയും. ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറീനെ ഫിക്സഡ് സൈസുള്ള ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഒരു ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് പേജിങ്ങിൻ്റെ ഓരോ പ്രോസസ്സുകൾ. ഫസ്റ്റ് പ്രോസസ് പിയിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അതിൻ്റെ സൈസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനെയും നമ്മൾ സ്മാളർ ബ്ലോക്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഓരോ പേജസ് ആക്കിയിട്ട് പേജ് 1, പേജ് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് താഴേക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അത് മെയിൻ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ സ്പേസിലേക്ക് ഏത് പ്രോസസ്സാണ്, അത് ഏത് പേജ് നമ്പറാണ് എന്നുള്ളത് മെയിൻ മെമ്മറിയിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ സെക്കൻഡറി മെമ്മറി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് പേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് അഡ്രസ് ട്രാൻസ്ലേഷൻ. എന്താണ് അഡ്രസ് ട്രാൻസ്ലേഷൻ? നമ്മുടെ പേജ് അഡ്രസ്സ് ലോജിക്കൽ അഡ്രസ്സാണ് അല്ലേ? പേജിൻ്റെ അഡ്രസ്സിനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പേജ് നമ്പർ അതുപോലെ തന്നെ ഓഫ്സെറ്റ്, ഈ രണ്ടൊരു അത് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പേജ് നമ്പറും ഓഫ്സെറ്റും. അതായത് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിനെ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതിൽ പേജ് നമ്പർ ഉണ്ടായിരിക്കും, പേജിൻ്റെ ഓഫ്സെറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഫ്രെയിം അഡ്രസ്സിനെ, അതായത് നമ്മൾ മുന്നേ പറഞ്ഞു പേജും ഉണ്ട് ഫ്രെയിമും, നമ്മൾ രണ്ടായിട്ട് പറഞ്ഞില്ലേ, പേജും ഫ്രെയിമും. അപ്പോൾ ഇതിന് രണ്ടിനും എന്തുണ്ടായിരിക്കും? അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പേജിൻ്റെ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സാണ് പറയുക, അത് പേജ് നമ്പറും പേജ് ഓഫ്സെറ്റും ആണ്. ഫ്രെയിം അഡ്രസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സാണ്, അത് ഫ്രെയിമിൻ്റെ നമ്പറും പേജിൻ്റെ ഓഫ്സെറ്റും ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെ പേജ് മാപ്പ് ടേബിൾ എന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേജിൻ്റെ ട്രാക്ക്, അതായത് പേജിൻ്റെ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേജ് മാപ്പ് ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ CPU, പേജ് നമ്പർ, ഓഫ്സെറ്റ്. പേജ് നമ്പറിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പേജ്, അതായത് നമ്മുടെ പേജ് ലോജിക്കൽ അഡ്രസ്സ്, അതാണ് പേജ് നമ്പറും ഓഫ്സെറ്റും.
ദെൻ ഫ്രെയിം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ്. അത് ഫ്രെയിം നമ്പറും പേജിൻ്റെ ഓഫ്സെറ്റും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേജ് മാപ്പ് ടേബിളിൽ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് ഏത് പ്രോസസ്സ് ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇപ്പോൾ നമ്മളൊരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതിൻ്റെ ലോജിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യും, ഫിസിക്കൽ അഡ്രസ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ എന്താണ്, പുതിയൊരു പേജ് ടേബിളിലേക്ക് അവർ ആ ഒരു പ്രോസസ്സ് എൻറ്റർ ചെയ്യും. നമ്മുടെ പേജ് ടേബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കൂ. അതിൻ്റെ കറസ്പോണ്ടിങ് പേജസ് എന്ത് ചെയ്യും, നമ്മുടെ അവൈലബിൾ മെമ്മറി ഫ്രെയിംസിലേക്ക് അത് ലോഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ മെമ്മറി ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 8 KB ഉള്ളൊരു പ്രോഗ്രാമാണ് റൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ യുവർ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി എന്താണ്, ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 5 KB അറ്റ് എ ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം. നമുക്ക് 8 KB ആണ് അതിൻ്റെ സൈസ്, പക്ഷെ നമുക്ക് 5 KB ഉള്ളൂ. ദെൻ പേജിങ് കൺസെപ്റ്റ്, ഇവിടെയാണ് നമ്മുടെ പേജിങ് കൺസെപ്റ്റ് വരുന്നത്. പേജിങ് മീൻസ് നമുക്ക് എന്താണ്, ഒരു എക്സ്ട്രാ മെമ്മറി സ്പേസ് അല്ലെങ്കിൽ ഒരു വിർച്വൽ മെമ്മറി നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് മീനിങ്. സോ ഇവിടെ എന്താണ്, കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ റാം എന്ത് ചെയ്യും, നമുക്ക് അൺവാണ്ടഡ് പേജസിനൊക്കെ അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രോസസ്സിനൊക്കെ അവിടുന്ന് സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഫ്രീ സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ 8 KB ഉള്ള പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ആ റാമിനെ, അതായത് നമുക്ക് മെമ്മറിയിലല്ലേ ഇതൊക്കെ റൺ ചെയ്യുന്നത്. സോ റാമിൻ്റെ മെമ്മറി സ്പേസ് നമ്മൾ ഫ്രീ അപ്പ് ചെയ്യുകയാണ്. അതായത് ഓൾറെഡി അവിടെ ചിലപ്പോൾ അൺയൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അർജൻറ്റ് അല്ലാതെ കിടക്കുന്ന കുറേ പേജസോ അല്ലെങ്കിൽ കുറേ പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കും. അതിനെയൊക്കെ തൽക്കാലത്തേക്ക് വേറൊരു സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവിടെയുള്ള സ്പേസിനെ ഒന്ന് ഫ്രീ ആക്കി തരും. അതാണ് ഈ ഒരു പേജിങ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്ക് എന്താ, സ്മൂത്തറായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രോസസ്സിനെ റൺ ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസാണ് താഴെ പറയുന്നത്. ദിസ് റെഡ്യൂസസ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ സഫർ ഫ്രം ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്, ചെറുതായിട്ട് അവിടെ ഉണ്ട്. ദെൻ ദ സിമ്പിൾ ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് അസ്യൂംഡ് ആസ് ആൻ എഫിഷ്യൻറ്റ് മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അതെന്താണ്, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക് കൂടെയാണ്. നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മെമ്മറി മാനേജ് ചെയ്യാൻ പറ്റും, അല്ലേ, ഫ്രീ അപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു സ്പേസ് നമുക്ക് ഫ്രീ അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോസസ്സിനെ റൺ ചെയ്യാൻ പറ്റും. ദെൻ ഡ്യൂ ടു ഈക്വൽ സൈസ് ഓഫ് ദ പേജസ് ആൻഡ് ഫ്രെയിംസ് സ്വാപ്പിംഗ് ബിക്കം വെരി ഈസി. അതായത് സ്വാപ്പിംഗ് ടെക്നിക്ക് നമ്മൾ മുന്നേ പഠിച്ചതാണ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പ്രോസസ്സിനെയൊക്കെ ബിറ്റ്വീൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മെമ്മറി സ്പേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു സ്വാപ്പിംഗ് മെത്തേഡൊക്കെ ഇതിലെന്താണ്, വളരെ ഈസിയറാണ്. ബിക്കോസ് പേജിൻ്റെയും ഫ്രെയിമിൻ്റെയും ഈക്വൽ സൈസും ഉണ്ട്. ഓക്കെ, നമുക്ക് കറൻ്റ്ലി എന്തെങ്കിലും റൺ ചെയ്യാനുണ്ടെങ്കിൽ അതിനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മെമ്മറിയിലേക്ക് തൽക്കാലത്തേക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് കറൻ്റ്ലി നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതാണ് സ്വാപ്പിംഗ്. സോ നമുക്ക് ആ ഒരു മെത്തേഡൊക്കെ ഇതിൽ വളരെ ഈസിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ പേജ് ടേബിൾ റിക്വയേഴ്സ് എക്സ്ട്രാ മെമ്മറി സ്പേസ്. നമുക്ക് ഇവിടെ ഒരു പേജ് മാപ്പ് ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എക്സ്ട്രാ സ്പേസ് ഇവിടെ ആവശ്യമുണ്ട്. സോ മേ നോട്ട് ബി ഗുഡ് ഫോർ എ സിസ്റ്റം ഹാവിങ് സ്മാൾ റാം ഉള്ള സിസ്റ്റത്തിനൊക്കെ അത് എക്സ്ട്രാ മെമ്മറി സ്പേസ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഇവിടെ എന്താണ്, നമ്മുടെ ഓരോ ജോബ് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനെയും ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സെഗ്മെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസ്. നേരത്തേലൊക്കെ സെയിം സൈസുള്ള പേജസ് ഫ്രെയിംസ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് സൈസുള്ള സെവറൽ സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓരോ സെഗ്മെൻറ്റിൽ എന്തായിരിക്കും,
എന്തെങ്കിലും റിലേറ്റഡ് ഫങ്ഷൻസ് ഓരോ സെഗ്മെൻറ്റും ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതിൽ ഈച്ച് സെഗ്മെൻറ്റ് ഈസ് ആക്ച്വലി എ ഡിഫറെൻറ്റ് ലോജിക്കൽ അഡ്രസ് സ്പേസ് ഓഫ് ദ പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് ലോജിക്കൽ അഡ്രസ്സ് ആയിരിക്കും ഓരോ സെഗ്മെൻറ്റിനും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സെഗ്മെൻറ്റേഷൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെഗ്മെൻറ്റ് എന്ത് ചെയ്യും, നോൺ കോണ്ടിഗ്വസ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് അല്ല, പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവറി സെഗ്മെൻറ്റ് ഈസ് ലോഡഡ് ഇൻ ടു എ കോണ്ടിഗ്വസ് ബ്ലോക്ക് ഓഫ് അവൈലബിൾ മെമ്മറി. ഇതിലെന്താണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും നോൺ കോണ്ടിഗ്വസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത്, ഇതിലൊരു സെഗ്മെൻറ്റ് മാപ്പ് ടേബിൾ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓരോ സെഗ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള അഡ്രസ് സ്പേസും മെമ്മറി സൈസും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ് മാപ്പ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഓരോ സെഗ്മെൻറ്റിലും ആ ടേബിൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. Okay, then a reference to a memory location includes a value that identifies segment and an offset. നമ്മളിപ്പോൾ ഒരു സെഗ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓഫ്സെറ്റും സെഗ്മെൻറ്റ് അഡ്രസ്സും യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഓരോ പ്രോസസ്സിനെയും അവിടെ ഡിഫറെൻറ്റ് സൈസിലുള്ള, നമുക്ക് അത് നോക്കിയാൽ തന്നെ കാണും, സെഗ്മെൻറ്റ് 1നേക്കാളും സൈസ് കൂടുതലാണ് സെഗ്മെൻറ്റ് 2. അപ്പോൾ ഓരോന്നും ഓരോ സൈസിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസ് ഓഫ് സെഗ്മെൻറ്റ്സ് ആണ് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത് ഓരോ പ്രോസസ്സും. ഇനി അവിടെ ഒരു സെഗ്മെൻറ്റ് മാപ്പ് ടേബിൾ ഉണ്ട്. അതിൽ എന്താണ്, സെഗ്മെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും, സെഗ്മെൻറ്റ് സൈസ് ഉണ്ടായിരിക്കും, അതിൻ്റെ മെമ്മറി അഡ്രസ്സ് ഉണ്ടായിരിക്കും. അതാണ് മെമ്മറിയിലേക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് മെമ്മറി അഡ്രസ്സ്, ആ ഒരു അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് മെമ്മറി എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്, ഏത് പ്രോസസ്സാണ് അവിടെ റൺ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മുടെ OS. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.